ഹായ് ഫ്രണ്ട്സ്, സാപ്പിടിയ മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സസ്പെൻസ് ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തമിഴ് സിനിമ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ദിവസം തിയേറ്റർ റിലീസ് ചെയ്തു, ഇന്നലെ OTT റിലീസ് ചെയ്തു. OTT റിലീസ് ചെയ്തപ്പോഴാണ് ഞാൻ കണ്ടത്. മാർഗൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നമ്മുടെ വിജയ് ആന്റണി പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. അദ്ദേഹം തന്നെയാണ് സിനിമ നിർമ്മിച്ചിട്ടുള്ളത്, അദ്ദേഹത്തിന്റെ ഭാര്യയാണ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പം ഈ ഒരു സിനിമയുടെ പ്ലോട്ട് എന്താണെന്ന് നോക്കാം നമുക്ക് ഫസ്റ്റ് തന്നെ. ഈ സിനിമയിൽ എന്താണെന്ന് വെച്ചാൽ ഒരു സൈക്കോ കില്ലർ, ഒരു സീരിയൽ കില്ലർ. കൊല്ലുന്നത് എങ്ങനെയാ വെച്ചാൽ ലേഡീസിനെയാണ് കൊല്ലുന്നത്. ഒരു എന്താ പറയുക, ഒരു മയക്കുമരുന്ന് കുത്തിവെച്ച് ശരീരം മൊത്തം ഡാർക്ക് കളറാക്കും, ബ്ലാക്ക് കളറാക്കിയിട്ട് കൊന്നു തള്ളുകയാണ്. അപ്പം ഫസ്റ്റ് തന്നെ കാണിക്കുന്ന ഒരാളെ ഒരു പെൺകുട്ടിയെ കൊല്ലുന്നതാണ്. അപ്പം ആ ഒരു ന്യൂസ് പേപ്പറിലും ന്യൂസിലും കണ്ടിട്ട് നമ്മുടെ നായകൻ ബോംബെയിലേക്ക് ഉണ്ടാവുക. അവിടുന്ന് നായകനും ഇതേപോലെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടാവും. നായകന്റെ മകളെ ഇതുപോലെ കൊന്നിട്ടുണ്ടാവും. അപ്പോൾ നായകൻ പോലീസായിരിക്കും, നായകന് ഇതുപോലെ ഒരു ട്രോമ പറ്റിയിട്ടുണ്ടാവും. അപ്പം അത് അന്വേഷിക്കാൻ വേണ്ടി ചെന്നൈയിലേക്ക് വരികയാണ് നായകൻ. അതിനുശേഷം നടക്കുന്ന ഇൻവെസ്റ്റിഗേഷനാണ് സിനിമയിൽ മൊത്തത്തിൽ കാണിച്ചു പോകുന്നത്. സിനിമയിൽ സ്റ്റോറി ഇത് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആണെങ്കിൽ കൂടി ഇതിലൊരു ഫാന്റസി എലമെന്റ് കൂടി ഇവർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ആ ഒരു സംഭവം ഒരു ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി എനിക്ക്. കാരണം വെച്ചാൽ നമ്മൾ ഇതിൽ കൊലപാതകവും മറ്റു കാര്യങ്ങളൊക്കെ ഒരു വെറൈറ്റി കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊരു ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. ആകെ 2.5 മണിക്കൂർ എടുത്ത് സിനിമയുടെ ദൈർഘ്യം വരുന്നുണ്ട്. ബോറടിക്കാതെ കണ്ടിരിക്കാൻ പറ്റിയ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ആണ്. ഒരു ഏവറേജ് തൊട്ട് മുകളിലായിട്ട് നിൽക്കുന്ന ഒരു സിനിമ. ഒരു മസ്റ്റ് വാച്ച് ഫാക്ടറും മസ്റ്റ് വാച്ച് മൂവി എന്നൊന്നും പറയാൻ പറ്റില്ല. ലാസ്റ്റ് ഒരു അടിപൊളി ട്വിസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ പുതിയൊരു നായകനുണ്ട്. നായകന്റെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അജയ് ദിശ എന്നാണ് നായകന്റെ പേര് വരുന്നത്. വിജയ് ആന്റണിയുടെ റിലേഷൻ ആണെന്ന് തോന്നുന്നു. പക്ഷെ കിഡിലം പെർഫോമൻസ് ആയിരുന്നു. കിഡിലം ആക്കിയിട്ട് ഒരു പ്രധാനപ്പെട്ട റോൾ തന്നെയാണ്. കിഡിലം പെർഫോമൻസ് ആയിരുന്നു എന്നുള്ളതാണ്. വിജയ് ആന്റണിയും ഒക്കെ അദ്ദേഹം തന്നെയാണ് മ്യൂസിക്കും കൈകാര്യം ചെയ്തിട്ടുള്ളത്. മ്യൂസിക് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും പാട്ടുകളും ഒക്കെ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. മൊത്തം ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഒരു വാച്ചബിൾ മൂവി. വലിയൊരു സംഭവമല്ല, പക്ഷെ എന്നാലും കണ്ടിരിക്കാവുന്ന ഒരു സിനിമ, ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. അപ്പോൾ ടെക്നിക്കൽ സൈഡും മറ്റു കാര്യങ്ങളൊക്കെ നന്നായിരുന്നു എന്നുള്ളതാണ്. സ്റ്റോറി നോക്കുകയാണെങ്കിൽ ഒരു വെറൈറ്റി കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ചില സ്ഥലത്തൊക്കെ എന്താ പറയാ, അതിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളൊരു തോന്നലുണ്ട്. കാരണം വെച്ചാൽ ഇൻവെസ്റ്റിഗേഷൻ ആണല്ലോ, അതിലൊരു ഫാന്റസി എലമെന്റ് കൊണ്ടുവരുന്ന സമയത്ത് ഇവർക്കൊന്നും ചെയ്യാൻ ചെയ്യുന്നില്ല, ഈ ഒരു രീതിയിലാണല്ലോ എന്നുള്ളത് ആ ഒരു മനസ്സിൽ നമുക്കൊന്നും തോന്നുന്നുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് കണ്ടിരിക്കാം. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്, അതുപോലെ തന്നെ സൺനെക്സ്റ്റിൽ അവൈലബിൾ ആണ് തമിഴ്. ആമസോൺ പ്രൈമിൽ മൾട്ടി ഓഡിയോ അവൈലബിൾ ആണ്. ഞാൻ തമിഴ് തന്നെയാണ് കണ്ടത്. മലയാളം ഡബിൾ വേർഷനും ഉണ്ട്. ഞാൻ തമിഴ് തന്നെയാണ് കണ്ടത്. അതായത് തമിഴ് തന്നെ കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. തമിഴ് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ഭാഷയാണല്ലോ. ഓക്കെ, അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക. ഇതിനോടൊപ്പം തന്നെ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടായിരിക്കും. ഇഷ്ടപ്പെട്ടിരിക്കുക ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.